Okay, good afternoon. All of you mark the attendance. Good afternoon. Okay, good afternoon. Good afternoon. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെസൺ ആണ്. All of you take your textbook, page number 8. എട്ടാമത്തെ പേജിലാണ് അമ്മുവിന്റെ പൂച്ചക്കുട്ടി. അതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. എന്താണ് മക്കളെ? കേൾക്കുന്നില്ല. ജോഹാനക്കല്ലേ കേൾക്കാതെ? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പൊ എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ജോഹാനക്ക് എന്തോ നെറ്റിന്റെ പ്രോബ്ലം ആണോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. ജോഹാന ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് പേര് രണ്ടാമത്തെ പാഠത്തിന്റെ? അമ്മുവിന്റെ പൂച്ചക്കുട്ടി. അതാണ് പാഠത്തിന്റെ പേര് അല്ലേ? വായിക്കാട്ടോ, ശ്രദ്ധിക്കുവേ. അച്ഛനാണ് ആദ്യം കണ്ടത്. ഗേറ്റിന് പുറത്തൊരു പൂച്ചക്കുട്ടി പതുങ്ങിയിരുന്ന് മ്യാവ് എന്ന് കരയുന്നു. അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്ന അമ്മയോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇതാ നോക്ക്, ഒരു പൂച്ചക്കുട്ടി. ആരോ ഇവിടെ ഇട്ടിട്ട് പോയതാണ്. ഗേറ്റ് കടന്ന് പതുക്കെ അകത്ത് വരും, നോക്കിക്കോളനെ. അമ്മ പുറത്തേക്ക് വന്നു. പൂച്ചക്കുട്ടിയോ? ഇതിപ്പോ വലിയ ശല്യമായല്ലോ. ആരും കാണാതെ അകത്തേക്ക് വന്നേക്കും. എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ? അമ്മ ദൂരെ നിന്ന് അതിനെ നോക്കി. അത് അപ്പോഴും മ്യാവ് എന്ന് കരയുന്നുണ്ടായിരുന്നു. മോനെ, ഗേറ്റിനകത്തേക്ക് കയറി വന്നാൽ ഒരു വടിയിൽ തോണ്ടിയെടുത്ത് അതിനെ പുറത്തേക്ക് കളഞ്ഞേക്കണേ. നോക്കിയിരിക്കാൻ എനിക്ക് നേരമില്ല, 100 കൂട്ടം പണിയുണ്ട്. മുറ്റത്ത് വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ദീപക്കിനോട് അമ്മ വിളിച്ചു പറഞ്ഞു. അകത്ത് നിന്ന് TV കണ്ടുകൊണ്ടിരിക്കെ ഈ സംഭാഷണങ്ങളെല്ലാം അമ്മുവും കേട്ടിരുന്നു. അവൾ TV ഓഫാക്കി പുറത്തേക്ക് ഓടി വന്നു. എന്ത്, പൂച്ചക്കുട്ടിയോ? എവിടെ? അവളുടെ കണ്ണുകൾ ചുറ്റും പരതി. ഗേറ്റിന് പുറത്ത് നിന്ന് പൂച്ചക്കുട്ടി വീണ്ടും കരഞ്ഞു, മ്യാവ്. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ കൗതുകം കൊണ്ട് വിടർന്നു. അവൾ അതിനെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മനസ്സ് കേട്ടില്ല. ആരാണ് മ്യൂട്ട് അല്ലാതെ വെക്കുന്നേ? അമ്മേ, ഞാനതിനെ എടുത്തു കൊണ്ടുവരട്ടെ? വേണ്ട വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ആരോ വഴിയിൽ ഉപേക്ഷിച്ചതാണ്. എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ആർക്കറിയാം? എവിടെയാ അത് വളർന്നതെന്ന് ആര് കണ്ടു? അമ്മ കർശനമായി അമ്മുവിനെ വിലക്കി. അമ്മേ, അതിന് ആരുമില്ലാത്തോണ്ടല്ലേ. അമ്മ അതിനെ ഒന്ന് നോക്ക്, എന്തൊരു ഭംഗിയാ. ഹായ്, കുഞ്ചു കുഞ്ചു കുഞ്ചു. അതിന് രോഗമൊന്നും ഇല്ലമ്മേ. അവൾ അമ്മയോട് ഒരിക്കൽ കൂടി അപേക്ഷിച്ചു നോക്കി. വേണ്ടാന്ന് പറഞ്ഞില്ലേ അമ്മു? രോഗമില്ലാന്ന് നിനക്കിങ്ങനെ അറിയാം? അകത്ത് വന്ന ആരും കാണാതെ കട്ടിലും കിടക്കയിലും ഒക്കെ കയറിയിരിക്കും. അത് കണ്ട അച്ഛൻ എല്ലാവരെയും ചീത്ത പറയും. അമ്മ നിരാശയോടെ അതിനെ തന്നെ ഉറ്റുനോക്കി. അവൾക്ക് അതിനെ ഒന്ന് തൊടണമെന്ന് തോന്നി. ആരും കാണാതെ അതിനെ എടുത്തുകൊണ്ടുവരണം അവൾ നിശ്ചയിച്ചു. അച്ഛൻ തൊടിയിലേക്ക് ഇറങ്ങി. അമ്മ അലക്കുകയാണ്. ചേട്ടൻ വ്യായാമം കഴിഞ്ഞ് കുളിക്കാൻ പോയിരിക്കുകയാണ്. അമ്മ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. ആരെങ്കിലും പുറത്തുണ്ടോ? ഇല്ല, ആരുമില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ ഗേറ്റിനടുത്തേക്ക് നടന്നു. പൂച്ചക്കുട്ടി അവിടെ തന്നെയുണ്ട്, ദയനീയമായി കരയുന്നു. അമ്മ ഗേറ്റ് പാതി തുറന്ന് പുറത്തിറങ്ങി. പൂച്ചക്കുട്ടിയെ തന്റെ കയ്യിൽ കോരിയെടുത്തു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ചുറ്റും നോക്കി. അവൾ അതിനെ തലോടി. എന്തു മിനുസം! പൂച്ചക്കുട്ടി അമ്മുവിന്റെ കയ്യിൽ അനുസരണയോടെ ഒതുങ്ങിക്കിടന്നു. അവൾ അതിനെ തന്റെ മുറിയിലെത്തിച്ചു. തന്റെ കിടക്കയിൽ കിടത്തി. ഇനി കരഞ്ഞ് ശബ്ദമുണ്ടാക്കരുതേ, നിനക്ക് ഞാൻ ആരും കാണാതെ പാൽ തരും, അവൾ പറഞ്ഞു. പൂച്ചക്കുട്ടി അമ്മുവിനെ സൂക്ഷിച്ചു നോക്കി. അത് കരച്ചിൽ നിർത്തി. അമ്മേ, പൂച്ചക്കുട്ടിയെ ഗേറ്റിലെടുത്ത് കാണാനില്ല, ദീപക് മുറ്റത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. ഓ, തള്ളപ്പൂച്ച വന്ന് അതിനെ കൊണ്ടുപോയി കാണും, അമ്മ പറഞ്ഞു. അമ്മുവിന് ആകെ പേടിയായി. അച്ഛൻ കണ്ടാൽ തന്നെ വെറുതെ വിടില്ല. അമ്മയും ഏട്ടനും വഴക്കു പറയും. താൻ ഒറ്റക്കായി പോയി. എന്നാലും അതിനെ ഉപേക്ഷിക്കാൻ വയ്യ. അത് പാവമല്ലേ, അതിനാരുമില്ലല്ലോ. റോഡിലേക്ക് ഇറക്കി വിട്ടാൽ അത് ഏതെങ്കിലും വാഹനത്തിന്റെ അടിയിൽ പെട്ടുപോകും. അവൾ ആകെ സങ്കടത്തിലായി. പൂച്ചക്കുട്ടി അമ്മുവിന്റെ സങ്കടം കാണുന്നുണ്ടായിരുന്നു. അത് നിസ്സഹായതയോടെ കട്ടിലിൽ അനങ്ങാതെ കിടന്നു. പെട്ടെന്നൊരു കാൽപെരുമാനം കേട്ടു. അമ്മ അമ്മുവിന്റെ മുറി തൂത്തുവാരാൻ വരികയാണ്. അമ്മുവിന്റെ ഹൃദയമിടിപ്പ് കൂടി. അവൾ ഒരു നിമിഷം പകച്ചു നിന്നു. പിന്നെ പൂച്ചക്കുട്ടിയെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. അമ്മ തൂത്തുവാരാൻ തുടങ്ങി. ചൂൽ കട്ടിലിനടിയിലേക്ക് ചെന്നു. അത് പൂച്ചക്കുട്ടിയുടെ മേൽ തട്ടി. അത് കരയാൻ തുടങ്ങി. പൂച്ചക്കുട്ടി വീട്ടിനകത്ത് എത്തിയോ? അതെങ്ങനെ? നീ എടുത്തുകൊണ്ട് വന്നതാണോ? അമ്മുവിനൊന്നും പറയാൻ കഴിഞ്ഞില്ല.
പൂച്ചക്കുട്ടി പതുക്കെ ഇഴഞ്ഞ് കട്ടിലിനടിയിൽ നിന്ന് പുറത്തെത്തി. ദേ നിങ്ങൾ കാണുന്നുണ്ടോ, പുറത്ത് കളയാൻ പറഞ്ഞ പൂച്ചക്കുട്ടിയെ മോളിത് അകത്തു കൊണ്ടുവന്നിരിക്കുന്നു. അമ്മ അച്ഛനോട് വിളിച്ചു പറഞ്ഞു. ദേഷ്യത്തോടെ അച്ഛൻ അങ്ങോട്ട് വന്നു. അച്ഛന്റെ കണ്ണ് ചുവന്നിരുന്നു. അമ്മ പേടിച്ച് വിറച്ചു. കളയടി ഇതിനെ പുറത്ത്, വേഗം, അച്ഛൻ ആജ്ഞാപിച്ചു. ആരുമില്ലാത്ത പൂച്ചക്കുട്ടിയെ ഉപേക്ഷിക്കാനോ വയ്യ, അമ്മുവിന്റെ മനസ്സ് പറഞ്ഞു. അടുത്ത നിമിഷം അവൾ അച്ഛന്റെ ദേഷ്യം പൂണ്ട മുഖം ഓർമ്മിച്ചു. അമ്മു കരയാൻ തുടങ്ങി. നിന്നോടാ അമ്മു അതിനെ കളയാൻ പറഞ്ഞത്, എന്താ അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ? വഴക്ക് കണ്ട് പൂച്ചക്കുട്ടി ആകെ അമ്പരന്ന് പോയിരുന്നു. അത് അമ്മുവിനെ സ്നേഹത്തോടെ നോക്കി. ശേഷം പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് ഗേറ്റിന് പുറത്തേക്ക് പോയി. അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ വായിക്കുന്ന സമയത്ത് എല്ലാവരും? നിത, അലൻ പി സാംസൺ, ഇവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ. അപ്പോ അമ്മുവിന്റെ പൂച്ചക്കുട്ടി, ഇതാണ് നമ്മുടെ പാഠത്തിന്റെ പേര് അല്ലേ? ആ പൂച്ചേനെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയായിരിക്കും. പക്ഷെ അമ്മയൊന്നും സമ്മതിക്കുകയും ചെയ്യില്ല അല്ലേ? അങ്ങനെയാണ് സാധാരണ എല്ലാ വീടുകളിലുള്ള അവസ്ഥ അല്ലേ? എഴുതെങ്കിലും പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും ഫിഷ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലാണ് പിള്ളേർക്ക് ഭയങ്കര കാര്യം അല്ലേ? അപ്പൊ എവിടെയെങ്കിലും അവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കൂല. അതിങ്ങനെ മുറ്റത്ത് നിന്ന് കരയുന്ന കാണുമ്പോൾ ആകെ സങ്കടാവും. പക്ഷെ അമ്മയോ അച്ഛനും അതിനെ വീട്ടിൽ കയറ്റാൻ വിടുവോ? ഇല്ല എന്തായാലും അല്ലേ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇവിടുത്തെ കഥാപാത്രമായ അമ്മു അല്ലേ? അമ്മുവിന് നല്ല സ്നേഹമുണ്ട് അതിനോട്. പക്ഷെ അമ്മയും അച്ഛനും സമ്മതിക്കുന്നുമില്ല അല്ലേ? അങ്ങനെയായിരുന്നു നമ്മുടെ ഈ കഥയിൽ ഉള്ളത്. ഓക്കെ. അപ്പോ നമുക്കൊന്നുകൂടി നോക്കാം. അച്ഛനാണ് ആദ്യം കണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ പൂച്ച വീട്ടില്? അത് ചോദിച്ചോ മിസ്? ഹസ്ന ഷെറിനൊന്ന് വീഡിയോ ഓൺ ചെയ്തേ മോളെ. ഉണ്ടോ? ആർക്കൊക്കെ ഉണ്ട്? പൂച്ചയൊക്കെ ഉണ്ടാവും നല്ലതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, പൂച്ച മാന്താനൊന്നും പാടില്ലേ. അതിന്റെ നഖം മോശമാണ്, ശരീരത്തിൽ കൊണ്ടാല് ഇഞ്ചക്ഷൻ എടുക്കാൻ പോണ്ടി വരും പിന്നെ അല്ലേ? അപ്പൊ പൂച്ച നല്ലതാണ്. അപ്പൊ നിങ്ങൾ അതിനെ സ്നേഹിക്കുമ്പോ ശ്രദ്ധിച്ചു വേണം. ഓക്കെ. ഇതാ ഇവിടെ ജോയലിനുണ്ട്, നെക്സ്റ്റ് ഫാത്തിമത്ത് ഷഹ്മക്ക് ഉണ്ട്, എഡ്വിൻ തോമസിനുണ്ട്, പിന്നെ ആർക്കാ? ഒരുപാട് പ്രകൃതി സ്നേഹികളുണ്ട് കേട്ടോ. ഷാനിനുണ്ട്. മൃഗങ്ങളെയൊക്കെ സ്നേഹമുള്ള കുറെ കുട്ടികളുണ്ട് ഇവിടെ. ഇല്ലാത്തവരും ഉണ്ട് അല്ലേ? ഓക്കെ. റിലു, സനയും സിദ്ധാന്ത് കൃഷ്ണനൊക്കെ ഉണ്ട്. ഓക്കെ. കുറെ പേര് ഇല്ലാത്തവരുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലെ, എന്താ പറയുന്നത് ഇതില്? അച്ഛനാണ് ആദ്യം കണ്ടത്. എന്തിനാ കണ്ടതെന്ന് നോക്കാം അല്ലെ? ഗേറ്റിന് പുറത്തൊരു പൂച്ചക്കുട്ടി പതുങ്ങിയിരുന്ന് മ്യാവ് എന്ന് കരയുന്നു അല്ലെ? എന്തിനാ പതുങ്ങിയിരിക്കുന്ന പൂച്ച? എന്തിനായിരിക്കാം പൂച്ച പതുങ്ങിയിരുന്നത്? എന്തിനായിരിക്കും? എന്തുകൊണ്ടായിരിക്കാം എഡ്വിനെ? പതുങ്ങിയിരുന്ന് പൂച്ച മ്യാവ് എന്ന് കരയുന്നു എന്നാണ് പറഞ്ഞത്. എഡ്വിൻ, ഇന്ന് ആൻമരി എന്തേ മോനെ ക്ലാസ് കയറാതിരുന്നത്? സമയം ചേച്ചി മറന്നുപോയി അല്ലേ? നല്ല കുട്ടി. ഓക്കെ. ഓക്കെ. അപ്പൊ എന്തായിരുന്നു എഡ്വിൻ? എന്തുകൊണ്ടാണ് പതുങ്ങിയിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം പൂച്ചയൊക്കെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത്? എന്തിട്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം? എന്താ എഡ്വിൻ തോന്നുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സന ഇവിടെ കൈവെക്കുന്നുണ്ട്. പറഞ്ഞോ സന. ബെനീറ്റ, എന്തുകൊണ്ടാ പതുങ്ങിയിരുന്നത്? എന്താണ് ഹസ്ന? പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞടാ. പേടിച്ചിട്ട്. ഓക്കെ. പേടിച്ചിട്ടാണല്ലേ? അതിനറിയാം ഇവരൊക്കെ ഭീകരന്മാരാണ്, എന്നെ ചെയ്യാൻ തന്നെയാണ് ഇവരുടെ പുറപ്പാട്. അതുകൊണ്ടാണ് എന്ത് പതുങ്ങിയിരുന്ന് പൂച്ച പതുങ്ങിയിരുന്നിട്ടാ പറയുന്നത് മ്യാവ് എന്ന് കരയുന്നു. അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്ന അമ്മയോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ നോക്ക്, ഒരു പൂച്ചക്കുട്ടി. ഇങ്ങനെയാണല്ലേ? ഈ അമ്മയാണ് ഇടാ വില്ലത്തി. അമ്മ എന്നുള്ള വീട്ടിലെത്തി അമ്മ എന്ത് ചെയ്യുന്നറിയാ? അതാ പൂച്ച വന്നിട്ടുണ്ട് പറഞ്ഞു അല്ലേ? ഇതാ നോക്ക്, ഒരു പൂച്ചക്കുട്ടി ഇതാ പുറത്തുനിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അച്ഛനാ വിളിച്ചു പറഞ്ഞു കേട്ടോ അമ്മയോട്. ആരോ ഇവിടെ ഇട്ടിട്ട് പോയതാണ്. ഗേറ്റ് കടന്ന് പതുക്കെ അകത്ത് വരും, നോക്കിക്കൊള്ളണേ അല്ലേ? ഇത് ഏത് നിമിഷവും അകത്തേക്ക് കയറി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം?
നോക്കിക്കൊള്ളണേ, അകത്തേക്ക് കടത്തല്ലേ എന്ന് പറഞ്ഞു അച്ഛൻ, അല്ലേ? അമ്മ പുറത്തേക്ക് വന്നു. പൂച്ചക്കുട്ടിയോ, ഇതിപ്പോ വലിയ ശല്യമായല്ലോ. ആരും കാണാതെ അകത്തേക്ക് വന്നേക്കും. എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ? അല്ലേ? ആരും കാണാതെ ഇതെന്തായാലും അകത്തേക്ക് വരും. എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ എന്ന് ആര് പറഞ്ഞു? ആരാ പറഞ്ഞേ? അമ്മ. അച്ഛൻ വിളിച്ചു പറഞ്ഞു, അപ്പൊ അമ്മയാണ് പറഞ്ഞത് അല്ലേ? ഇങ്ങനെ നോക്കിക്കാൻ പറ്റുമോ നമുക്ക്? ഇതിന് മാത്രല്ലല്ലോ, എന്താണ്, ഒരുപാട് പണിയുണ്ട് എന്നല്ലേ അമ്മ അങ്ങനെ പറഞ്ഞു. അപ്പോ നോക്കിയിരിക്കാൻ പറ്റുമോ? അമ്മ ദൂരെ നിന്ന് അതിനെ നോക്കി. അത് അപ്പോഴും മ്യാവു എന്ന് കരയുന്നുണ്ടായിരുന്നു. മോനെ, ഗേറ്റിനകത്തേക്ക് കയറി വന്നാൽ ഒരു വടിയിൽ തോണ്ടിയെടുത്ത് അതിനെ പുറത്തേക്ക് കളഞ്ഞേക്കണേ. അല്ലേ? ഒരു വടിയിൽ തോണ്ടി ഇങ്ങനെ എടുത്തിട്ട് അതിനെ പുറത്തേക്ക് അങ്ങ് കളഞ്ഞേന്ന് അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, അല്ലേ? നോക്കിയിരിക്കാൻ എനിക്ക് നേരമില്ല, 100 കൂട്ടം പണിയുണ്ട്, അല്ലെ? എന്റെ ഇടയ്ക്ക് ഈ പൂച്ച ഈ അകത്തേക്ക് കയറി വരുന്നുണ്ടോന്ന് നോക്കിയിരിക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് വലിയ മോനോട് എന്ത് പറഞ്ഞു? പൂച്ചെങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു വടിയിൽ തോണ്ടി ഇങ്ങനെ എടുത്തിട്ട് കളഞ്ഞേന്ന്, അല്ലെ? ചില്ലി അങ്ങ് കളഞ്ഞേ പറഞ്ഞു. ഓക്കെ, 100 കൂട്ടം പണിയില്ല എന്ന് പറഞ്ഞു. അപ്പോ മുറ്റത്ത് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന ദീപക്കിനോട് അമ്മ വിളിച്ചു പറഞ്ഞു. എന്തു പറഞ്ഞു? മോനെ, നീ ഗേറ്റിനകത്തേക്ക് അത് കയറി വരുന്ന കഴിഞ്ഞാൽ വടിയെടുത്ത് തോണ്ടി അങ്ങ് കളഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അകത്തു നിന്ന് TV കണ്ടുകൊണ്ടിരിക്കെ ഈ സംഭാഷണങ്ങളെല്ലാം അമ്മുവും കേട്ടിരുന്നു. അപ്പൊ നിങ്ങളെപ്പോലെ തന്നെ ഒരു കുട്ടി ഉണ്ട് അവിടെ, അല്ലേ? ഒരു വികൃതി കുട്ടി അവിടെ ഉണ്ട്, അമ്മു, അല്ലെ? അമ്മു ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. മുറ്റത്ത് നിന്ന് അകത്തുനിന്ന് TV കാണുന്നല്ലേ, അതായിരിക്കും നിങ്ങളുടെ പണി. അപ്പൊ TV കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മു ഇതൊക്കെ കേൾക്കുന്നുണ്ട് അവിടുന്ന്. എന്നിട്ട് ഈ സംഭാഷണങ്ങളെല്ലാം അമ്മുവും കേട്ടു. സംസാരം. അവൾ TV ഓഫാക്കി പുറത്തേക്ക് ഓടി വന്നു, അല്ലെ? പൂച്ചാന്ന് കേൾക്കുമ്പോഴൊക്കെ അവർക്ക് വലിയ താല്പര്യമായി. എന്ത് ചെയ്തു? TV ഒക്കെ ഓഫാക്കിയിട്ട് അവള് പുറത്തേക്ക് ഓടി വന്നു, അല്ലേ? ഓടി വന്നിട്ട് എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം, അല്ലേ? ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു നോക്കാം നമുക്കല്ലേ? അടുത്തേ എന്ത്? പൂച്ചക്കുട്ടിയോ? എവിടെ? അവളുടെ കണ്ണുകൾ ചുറ്റും പരതി. ഗേറ്റിന് പുറത്ത് നിന്ന് പൂച്ചക്കുട്ടി വീണ്ടും കരഞ്ഞു, മ്യാവ്. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ കൗതുകം കൊണ്ട് വിടർന്നു. അവൾ അതിനെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മനസ്സ് അലിഞ്ഞു, അല്ലേ? എൻ്റെ അമ്മയെ, അത് പാവം കരയാണ് അവിടുന്ന്. അപ്പൊ എന്ത് ചെയ്തു? അമ്മുവിന്റെ മനസ്സ് അലിഞ്ഞു. അലിഞ്ഞു പറഞ്ഞാല് അതിനോട് ദയ തോന്നി, അല്ലേ? എൻ്റെ അമ്മയെ പാവം എന്ന് തോന്നാൻ തുടങ്ങി. അമ്മേ, ഞാൻ അതിനെ എടുത്തുകൊണ്ട് വരട്ടെ? അമ്മയോട് ചോദിച്ചു. അപ്പോ വേണ്ട വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ആരോ വഴിയിൽ ഉപേക്ഷിച്ചാണ്. എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ആർക്കറിയാം? എവിടെയാ അത് വളർന്നതെന്ന് ആര് കണ്ടു? അല്ലേ? എവിടെയാണ് അത് വളർന്നതെന്ന് ആര് കണ്ടു? അപ്പൊ അതിനെന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് ആരറിഞ്ഞു? അതുകൊണ്ട് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരണ്ടാന്ന് അമ്മ പറഞ്ഞു. അമ്മ കർശനമായി അമ്മുവിനെ വിലക്കി, അല്ലേ? അമ്മേ, അതിന് ആരുമില്ലാത്തോണ്ടല്ലേ? അമ്മ അതിനെ ഒന്ന് നോക്ക്, എന്തൊരു ഭംഗിയാ. ഹായ്, കുഞ്ചു 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 എന്നാ പറയുന്നത്, അല്ലേ? കണ്ടോ നിങ്ങൾ ആ പിക്ചറില്? നല്ല ഭംഗിയുള്ള ആളാണ് പൂച്ചക്കുട്ടി ഉള്ളത്, അല്ലേ? നല്ല സുന്ദരി ആയിട്ടാ ഉള്ളത്. അതിന് രോഗമൊന്നും ഇല്ലമ്മേ. അവൾ അമ്മയോട് ഒരിക്കൽ കൂടി അപേക്ഷിച്ചു നോക്കി. വേണ്ടാന്ന് പറഞ്ഞില്ലേ അമ്മു? രോഗമില്ലാന്ന് നിനക്കെങ്ങനെ അറിയാം? അകത്ത് വന്ന ആരും കാണാതെ കട്ടിലും കിടക്കയിലും ഒക്കെ കയറിയിരിക്കും. അതുകൊണ്ടാണ് ഈ അമ്മക്ക് ഇതിനെ ഇഷ്ടപ്പെടാത്തല്ലേ? അമ്മയ്ക്കും അച്ഛനൊന്നും. എന്താ? അകത്ത് വന്ന കട്ടിലും കടക്കയിലും ഒക്കെ കയറിയിരിക്കും. പിന്നെയോ, ആരെങ്കിലും മുമ്പിൽ ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഡൈനിങ് ടേബിളിൽ കയറിയിട്ട് അതിലും മുഖമിടും. പിന്നെ എവിടെയെങ്കിലും ഫിഷ് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് കട്ടുകൊണ്ട് പോകും. പിന്നെ എന്തെങ്കിലും എണ്ണ പലഹാരം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും തിന്നും. ഇതെല്ലാം കൊണ്ടാണ് ആർക്ക്? പൂച്ചയെ ഇഷ്ടമില്ലാത്ത അമ്മയ്ക്ക്, അല്ലേ? അമ്മയ്ക്കും അച്ഛനൊക്കെ അതുകൊണ്ടായിരിക്കാം പൂച്ച. ഇതിന്റെ എച്ചിലായിരിക്കും നമ്മൾ കഴിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ പൂച്ചയെ വേണ്ടാന്ന് വിചാരിക്കും, അല്ലേ? ഓക്കെ, അങ്ങനെ അപ്പൊ എന്ത് ചെയ്തു? അത് കട്ടിലും കിടക്കയിലും ഒക്കെ കേറിയിരിക്കും. അതുകൊണ്ട് അച്ഛൻ എല്ലാവരെയും അത് കണ്ടാൽ എന്ത് ചെയ്യും? അച്ഛൻ എല്ലാവരെയും ചീത്തയും പറയും. അതുകൊണ്ട്
അമ്മു നീ ആ പൂച്ചേനെ എടുക്കരുത് എന്ന് അമ്മ താക്കീത് നൽകി. അമ്മു നിരാശയോടെ അതിനെ തന്നെ ഉറ്റുനോക്കിയല്ലേ. അമ്മന് എന്തെന്നില്ലാത്തൊരു സങ്കടം ഉണ്ടായി ആ പൂച്ചേനെ അവിടെ ഉപേക്ഷിക്കുന്നതിൽ. നിരാശയോടെ അതിനെ തന്നെ ഉറ്റുനോക്കി. അവൾക്ക് അതിനെ ഒന്ന് തൊടണമെന്ന് തോന്നി. ആരും കാണാതെ അതിനെ എടുത്ത് കൊണ്ടുവരണം അവൾ നിശ്ചയിച്ചു. അവൾ ഉറപ്പിച്ചു. എന്ത് ഉറപ്പിച്ചു? ആരും കാണാതെ അതിനെ എടുത്ത് കൊണ്ടുവരണമെന്ന് നിശ്ചയിച്ചു. അച്ഛൻ തൊടിയിലേക്ക് ഇറങ്ങി. അമ്മ അലക്കുകയാണ്. ചേട്ടൻ വ്യായാമം കഴിഞ്ഞ് കുളിക്കാൻ പോയിരിക്കുകയാണ്. അമ്മ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. ആരെങ്കിലും പുറത്തുണ്ടോ? എന്തിനാ പോന്നേ അമ്മു? എല്ലാരും ഓരോ സ്ഥലത്ത് പോയ സമയത്ത് എന്തിനാ അമ്മു പുറപ്പെടുന്നത് നിങ്ങക്ക് മനസ്സിലായോ? പൂച്ചേനെ എടുത്തിട്ട് വരാൻ വേണ്ടിട്ടല്ലേ. അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങിയ തക്കം നോക്കി ആര്? അമ്മു മെല്ലനെ പുറത്തിറങ്ങി അല്ലേ. അപ്പൊ അച്ഛൻ തൊടിയിലേക്ക് ഇറങ്ങി. അമ്മ തൊടിയിലേക്ക് പറഞ്ഞെന്താ? പറമ്പിലേക്കല്ലേ. അമ്മ അലക്കുകയാണ്. പിന്നെയോ ചേട്ടൻ വ്യായാമം കഴിഞ്ഞിട്ട് കുളിക്കാനും പോയി. അപ്പോ അമ്മ മെല്ലെ പുറത്തിറങ്ങി. ആരെങ്കിലും പുറത്തുണ്ടോ? ഇല്ല, ആരുമില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ ഗേറ്റിനടുത്തേക്ക് നടന്നു. പൂച്ചക്കുട്ടി അവിടെ തന്നെയുണ്ട്. ദയനീയമായി കരയുന്നല്ലേ. ദയനീയമായി ദയ തോന്നിക്കത്ത വിധത്തില് അത് കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അമ്മ ഗേറ്റ് പാതി തുറന്ന് പുറത്തിറങ്ങി. പൂച്ചക്കുട്ടിയെ തന്റെ കയ്യിൽ കോരിയെടുത്തു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നിടയ്ക്കിടെ ചുറ്റും നോക്കി. അവൾ അതിന് തലോടി. എന്തിനാ എല്ലാരും ചുറ്റും നോക്കുന്നേ? പേടിച്ചിട്ടല്ലേ ഇതിനെ എടുത്തോണ്ടെന്നാല് അമ്മ വഴക്ക് പറയും. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ചുറ്റും നോക്കുന്നത്. പൂച്ചക്കുട്ടി അമ്മുവിന്റെ കയ്യിൽ അനുസരണയോടെ ഒതുങ്ങിക്കിടന്നു. അവൾ അതിനെ തന്നെ തന്റെ മുറിയിലെത്തിച്ചു. തന്റെ കിടക്കയിൽ കിടത്തി അല്ലേ. ഓക്കെ, അത്ര വരെ മതി. നമുക്ക് ഒന്നുകൂടി അത് വായിക്കാം. അമ്മുവിന്റെ പൂച്ചക്കുട്ടി. വായിക്കുന്നത് ശ്രദ്ധിക്കണേ മക്കളെ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നെങ്കിൽ നോക്കണം, ശ്രദ്ധിക്കണം വായിക്കുന്നത്. അച്ഛനാണ് ആദ്യം കണ്ടത്. ഗേറ്റിന് പുറത്തൊരു പൂച്ചക്കുട്ടി പതുങ്ങിയിരുന്ന് മ്യാവ് എന്ന് കരയുന്നു. അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്ന അമ്മയോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇതാ നോക്ക്, ഒരു പൂച്ചക്കുട്ടി ആരോ ഇവിടെ ഇട്ടിട്ട് പോയതാണ്. ഗേറ്റ് കടന്ന് പതുക്കെ അകത്ത് വരും, നോക്കിക്കൊള്ളണേ. അമ്മ പുറത്തേക്ക് വന്നു. പൂച്ചക്കുട്ടിയോ? ഇതിപ്പോ വലിയ ശല്യമായല്ലോ. ആരും കാണാതെ അകത്തേക്ക് വന്നേക്കും. എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ? അമ്മ ദൂരെ നിന്ന് അതിനെ നോക്കി. അത് അപ്പോഴും മ്യാവ് എന്ന് കരയുന്നുണ്ടായിരുന്നു. മോനെ, ഗേറ്റിനകത്തേക്ക് കയറി വന്നാൽ ഒരു വടിയിൽ തോണ്ടിയെടുത്ത് അതിനെ പുറത്തേക്ക് കളഞ്ഞേക്കണേ. നോക്കിയിരിക്കാൻ എനിക്ക് നേരമില്ല, 100 കൂട്ടം പണിയുണ്ട്. മുറ്റത്ത് വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ദീപക്കിനോട് അമ്മ വിളിച്ചു പറഞ്ഞു. അകത്ത് നിന്ന് TV കണ്ടുകൊണ്ടിരിക്കെ ഈ സംഭാഷണങ്ങളെല്ലാം അമ്മുവും കേട്ടിരുന്നു. അവൾ TV ഓഫാക്കി പുറത്തേക്ക് ഓടി വന്നു. എന്ത്? പൂച്ചക്കുട്ടിയോ? എവിടെ? അവളുടെ കണ്ണുകൾ ചുറ്റും പരതുക, ചുറ്റും നോക്കുക അല്ലെ. എവിടെയും ഉണ്ടോന്നില്ല അർത്ഥത്തില് അന്വേഷിക്കുക, പരതുക. ഓക്കെ, ചുറ്റും പരതി. ഗേറ്റിന് പുറത്ത് നിന്ന് പൂച്ചക്കുട്ടി വീണ്ടും കരഞ്ഞു, മ്യാവ്. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ കൗതുകം കൊണ്ട് വിടർന്നു. അവൾ അതിനെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മനസ്സ് അലിഞ്ഞു. അമ്മേ, ഞാൻ അതിനെ എടുത്തുകൊണ്ട് വരട്ടെ? വേണ്ട വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ആരോ വഴിയിൽ ഉപേക്ഷിച്ചതാണ്. എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ആർക്കറിയാം? എവിടെയാ അത് വളർന്നതെന്ന് ആര് കണ്ടു? അമ്മ കർശനമായി അമ്മുവിനെ വിലക്കി. അമ്മേ, അതിന് ആരുമില്ലാത്തോണ്ടല്ലേ. അമ്മ അതിനെ ഒന്ന് നോക്ക്, എന്തൊരു ഭംഗിയാ. ഹായ് കുഞ്ചു കുഞ്ചു കുഞ്ചു, അതിന് രോഗമൊന്നുമില്ലമ്മേ. അവൾ അമ്മയോട് ഒരിക്കൽ കൂടി അപേക്ഷിച്ചു നോക്കി. വേണ്ടാന്ന് പറഞ്ഞില്ലേ അമ്മു? രോഗമില്ലാന്ന് നിനക്കെങ്ങനെ അറിയാം? അകത്ത് വന്ന ആരും കാണാതെ കട്ടിലും കിടക്കയിലും ഒക്കെ കയറിയിരിക്കും. അത് കണ്ട അച്ഛൻ എല്ലാവരെയും ചീത്ത പറയും. അമ്മ നിരാശയോടെ അതിനെ തന്നെ ഉറ്റുനോക്കി. അവൾക്ക് അതിനെ ഒന്ന് തൊടണമെന്ന് തോന്നി. ആരും കാണാതെ അതിനെ എടുത്തുകൊണ്ടുവരണം അവൾ നിശ്ചയിച്ചു. അച്ഛൻ തൊടിയിലേക്ക് ഇറങ്ങി. അമ്മ അലക്കുകയാണ്. ചേട്ടൻ വ്യായാമം കഴിഞ്ഞ് കുളിക്കാൻ പോയിരിക്കുകയാണ്. അമ്മ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. ആരെങ്കിലും പുറത്തുണ്ടോ? ഇല്ല, ആരുമില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ ഗേറ്റിനടുത്തേക്ക് നടന്നു. പൂച്ചക്കുട്ടി അവിടെ തന്നെയുണ്ട്, ദയനീയമായി കരയുന്നു. അമ്മ ഗേറ്റ് പാതി തുറന്ന് പുറത്തിറങ്ങി. പൂച്ചക്കുട്ടിയെ തന്റെ കയ്യിൽ കോരിയെടുത്തു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ചുറ്റും നോക്കി. അവൾ അതിനെ തലോടി. എന്തു മിനുസം! പൂച്ചക്കുട്ടി അമ്മുവിന്റെ കയ്യിൽ അനുസരണയോടെ ഒതുങ്ങിക്കിടന്നു. അവൾ അതിനെ തന്റെ മുറിയിലെത്തിച്ചു. തന്റെ കിടക്കയിൽ കിടത്തി. ഇനി കരഞ്ഞു ശബ്ദമുണ്ടാക്കരുതേ. അല്ല, കിടക്കയിൽ കിടത്തി. അതുവരെ നമ്മൾ എടുത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതുവരെ ഒന്ന് ആരാന്നൊന്ന് വായിക്കുന്നേ.
ബെനീറ്റ ഒന്ന് വായിച്ചോ. ബെനീറ്റ കൊറേ കാലായിട്ട് കാണാറില്ലല്ലോ ബെനീറ്റ. ഒച്ചയാക്കുന്നുണ്ടോ? ആരാ അവിടെ ഒച്ച ഉണ്ടാക്കുന്നേ? വേഗം വായിക്ക്. ശ്രദ്ധിക്കണേ, അടുത്ത വേറൊരാളോട് പറയുമ്പോ വായിക്കാൻ പറ്റണം. അൺമ്യൂട്ട് ചെയ്തോ. അമ്മുവിന്റെ പൂച്ചക്കുട്ടി. അച്ഛനാണ് ആദ്യം കണ്ടത്. ഗേറ്റിന് പുറത്ത് ഒരു പൂച്ചക്കുട്ടി പതുങ്ങിയിരിക്കുന്നു. മ്യാവ് എന്ന് കരയുന്നു. അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്ന അമ്മയോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇതാ നോക്കൂ, ഒരു പൂച്ചക്കുട്ടി. ആരോ ഇവിടെ ഇട്ടിട്ട് പോയതാണ്. ഗേറ്റ് കടന്ന് പതുക്കെ അകത്ത് വരും. നോക്കിക്കൊള്ളണേ. അമ്മ പുറത്തേക്ക് വന്നു. പൂച്ചക്കുട്ടിയെ ഇതിപ്പോ വലിയ ശല്യമായല്ലോ. ആരും കാണാതെ അകത്തേക്ക് വന്നേക്കും. എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ? അമ്മ ദൂരെ നിന്ന് അതിനെ നോക്കി. അത് അപ്പോഴും മ്യാവ് എന്നു കരയുന്നുണ്ടായിരുന്നു. മോനെ, ഗേറ്റിനു അകത്തേക്ക് കയറി വന്നാൽ ഒരു വടിയിൽ തോണ്ടിയെടുത്ത് അതിനെ പുറത്തേക്കു കളഞ്ഞേക്കണേ. നോക്കിയിരിക്കാൻ എനിക്കു നേരമില്ല. 100 കൂട്ടം പണിയുണ്ട്. മുറ്റത്തു വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ദീപകിനോട് ആരാ അവിടെ ശബ്ദം ഉണ്ടാക്കുന്നത്? അമ്മ വിളിച്ചു പറഞ്ഞു. അകത്തു നിന്നു ടിവി കണ്ടുകൊണ്ടിരിക്കെ ഈ സംഭാഷണങ്ങളെല്ലാം അമ്മുവും കേട്ടിരുന്നു. അവൾ ടിവി ഓഫാക്കി പുറത്തേക്ക് ഓടി വന്നു. ഓക്കെ മോളെ, അടുത്ത ഏഞ്ചൽ റോസ്. അവളുടെ കണ്ണുകൾ ചുറ്റും പരതി. ഗേറ്റിന് പുറത്തു നിന്ന് പൂച്ചക്കുട്ടി വീണ്ടും കരഞ്ഞു. മ്യാവ്. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ കൗതുകം കൊണ്ട് വിടർന്നു. അവൾ അതിനെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മനസ്സ് അലിഞ്ഞു. അമ്മേ, ഞാൻ അതിനെ എടുത്തുകൊണ്ട് വരട്ടെ? വേണ്ട വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ആരോ വഴിയിൽ ഉപേക്ഷിച്ചതാണ്. എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ആർക്കറിയാം? എവിടെയാ അത് വളർന്നതെന്ന് ആരും കണ്ടു? അമ്മ കർശനമായി അമ്മുവിനെ വിലക്കി. അമ്മേ, ആരുമില്ലാത്തത് കൊണ്ടല്ലേ. അമ്മേ, അതിനൊന്നും നോക്ക്, എന്തൊരു ഭംഗിയാ. ഹായ്, കുഞ്ചു. അതിന് രോഗമൊന്നുമില്ലമ്മേ. അവൾ അമ്മയോട് ഒരിക്കൽ കൂടി അപേക്ഷിച്ചു നോക്കി. വേണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മോ? രോഗമില്ലാന്ന് നിനക്ക് എങ്ങനെ അറിയാം? അകത്തു വന്ന ആരും കാണാതെ കട്ടിലിലും കിടക്കയിലും ഒക്കെ കയറി ഇരിക്കും. അത് കണ്ട അച്ഛൻ എല്ലാവരെയും ചീത്ത പറയും. അമ്മു നിരാശയോടെ അതിനെ തന്നെ ഉറ്റുനോക്കി. അവൾക്ക് അതിനെ ഒന്ന് തൊഴണമെന്നു തോന്നി. ആരും കാണാതെ അതിനെ എടുത്ത് കൊണ്ടുവരണം അവൾ നിശ്ചയിച്ചു. അച്ഛൻ തൊടിയിലേക്കിറങ്ങി. അമ്മ അലക്കുകയാണ്. ചേട്ടൻ വ്യായാമം കഴിഞ്ഞ് കുളിക്കാൻ പോയിരിക്കുകയാണ്. അമ്മു പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. ആരെങ്കിലും പുറത്തുണ്ടോ? ഇല്ല, ആരുമില്ല.
അവൾ ശബ്ദമുണ്ടാക്കാതെ ഗേറ്റിനടുത്തേക്ക് നടന്നു. പൂച്ചക്കുട്ടി അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ദയനീയമായി കരയുന്നു. അമ്മു ഗേറ്റ് പാതി തുറന്നു പുറത്തേക്കിറങ്ങി പൂച്ചക്കുട്ടിയെ തന്റെ കയ്യിൽ കോരിയെടുത്തു. എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ചുറ്റും നോക്കി. അവൾ അതിനെ തലോടി. എന്തു മിനുസം! പൂച്ചക്കുട്ടി അമ്മുവിന്റെ കയ്യിൽ അനുസരണയോടെ ഒതുങ്ങിക്കിടന്നു. അവൾ അതിനെ തന്റെ മുറിയിലെത്തിച്ചു തന്റെ കിടക്കയിൽ കിടത്തി. ഓക്കെ, നെക്സ്റ്റ് ആരാ ഇനി വായിക്കുന്നേ? ഓക്കെ, ഇവിടെ റിലു ആബിദ്. അമ്മുവിന്റെ പൂച്ചക്കുട്ടി. അച്ഛനാദ്യം കണ്ടത് ഗേറ്റിന് പുറത്ത് ഒരു പൂച്ചക്കുട്ടി പതുങ്ങിയിരിക്കുന്നു മ്യാവ് എന്ന് കരയുന്നു. അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്ന അമ്മയോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു, അതാ നോക്ക്, ഒരു പൂച്ചക്കുട്ടി ആരോ ഇവിടെ ഇട്ടിട്ട് പോയതാണ്. ഗേറ്റ് കടന്ന് പതുക്കെ അകത്ത് വരും, നോക്കിക്കോളണേ. അമ്മ പുറത്തേക്ക് വന്നു. പൂച്ചക്കുട്ടിയോ? അതിപ്പോ വലിയ ശല്യമായല്ലോ. ആരും കാണാതെ അകത്തേക്ക് വന്നേക്കും. അപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ? അമ്മ ദൂരെ നിന്ന് അതിനെ നോക്കി. അത് അപ്പോഴും കരയുന്നുണ്ടായിരുന്നു. മോനെ, ഗേറ്റിനകത്തേക്ക് കയറി വന്നാൽ ഒരു വടിയിൽ ഊണ്ടിയെടുത്ത് അതിനെ പുറത്തേക്ക് കളഞ്ഞേ. നോക്കിയിരിക്കാൻ എനിക്ക് നേരമില്ല. 100 പണിയുണ്ട്. മുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ദീപക്കിനോട് അമ്മ വിളിച്ചു പറഞ്ഞു. അകത്തു നിന്ന് TV കണ്ടുകൊണ്ടിരിക്കെ ഈ സംഭാഷണങ്ങൾ അമ്മുവും കേട്ടിരുന്നു. അവൾ TV ഓഫാക്കി പുറത്തേക്ക് ഓടി വന്നു. ഗേറ്റിന് പുറത്തു നിന്ന് പൂച്ചക്കുട്ടി വീണ്ടും കരയുന്നു, മ്യാവൂ. അവൾ അതിനെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മനസ്സ് അലിഞ്ഞു. അമ്മേ, ഞാൻ ഇതിനെ എടുത്തുകൊണ്ട് വരട്ടെ? വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ആരോ വഴിയിൽ ഉപേക്ഷിച്ചതാണ്. എന്തെങ്കിലും രോഗമുണ്ടോ? ആർക്കറിയാം? എവിടെയാണ് അത് വളർന്നത്? ആരും കണ്ടു? ഓക്കെ, അമ്മ കർശനമായി അമ്മുവിനെ വിലക്കി. ഓക്കെ, നെക്സ്റ്റ് ആവണി മഹേഷ്. മിസ്, എനക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല. ആവണിക്ക് ടെക്സ്റ്റ് ഇല്ല? ടെക്സ്റ്റ് വാങ്ങിയില്ല? ജൂലിയറ്റ്, അവണി ടെക്സ്റ്റ് വാങ്ങണേ കേട്ടോണേ. ഇവിടെ വന്ന് ടെക്സ്റ്റ് വാങ്ങണേ, ലേറ്റ് ആക്കല്ല ഇനിയും. അമ്മയോട് നോക്കി. വേണ്ട പറഞ്ഞതല്ലേ, കേൾക്കുന്നില്ലല്ലോ നമ്മളെ. സൗണ്ടിൽ വായിച്ചേ. കാണാതെ കട്ടിലടിയിലും കയറിയിരിക്കും. അച്ഛൻ എല്ലാവരെയും പറയും. നിരാശയോടെ അതിനെ തന്നെ ഉറ്റുനോക്കി. അവൾക്ക് അതിനെ ഒന്ന് തൊടണമെന്ന് തോന്നി. ആരും കാണാതെ
കാണാതെ അതിനെ എടുത്തു കൊണ്ടുവരണം. കൊണ്ടുവരണം. അവൾ നിശ്ചയിച്ചു. അച്ഛൻ തൊടിയിലേക്ക് ഇറങ്ങി. അമ്മ അലക്കുകയാണ്. ചേട്ടൻ വ്യായാമം കഴിഞ്ഞ് കുളിക്കാൻ പോയിരിക്കുകയാണ്. അമ്മു അതൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. ആരെങ്കിലും പുറത്തുണ്ടോ? ഇല്ല, ആരുമില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ ഗേറ്റിന്റെ അടുത്തേക്ക് നടന്നു. പൂച്ചക്കുട്ടി അവിടെ തന്നെ ഉണ്ട്. ദയനീയമായി കരയുകയായിരുന്നു. അമ്മു ഗേറ്റ് പതുക്കെ തുറന്നു. പുറത്തിറങ്ങി കുട്ടിയെ തന്റെ കയ്യിൽ കോരിയെടുത്തു. ആരെങ്കിലും കാണുന്നുണ്ടോ ഒന്ന് ഇടയ്ക്കിടെ ചുറ്റും നോക്കി. അവൾ അതിനെ തലോടി. എന്തു മിനുസം. പൂച്ചക്കുട്ടി അമ്മുവിന്റെ കയ്യിൽ അനുസരണയോടെ ഒതുങ്ങിയിരുന്നു. അവൾ അതിനെ തന്റെ മുറിയിലെത്തിച്ചു. തന്റെ കിടക്കയിൽ കടത്തി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അക്ഷരദീപം ബുക്കിൽ ഏതാ മക്കളെ ഇപ്പൊ എഴുതുന്നേ? അക്ഷരദീപം ബുക്കില്ലേ നിങ്ങൾക്ക് 4th? യെസ്, ഒന്ന് കാണിച്ചത്. ഓക്കെ, അതിൽ പേജ് എത്ര എത്തി ജൂലിയറ്റ്? നോക്കട്ടെ, ഓപ്പൺ ആക്കിയേ. ഫസ്റ്റ്, സെക്കൻഡ്. നിങ്ങളത് ചെയ്യണേ മക്കളെ. ഓരോ പേജായിട്ട് നിങ്ങൾ എഴുതണേ. അന്നത്തെ ഡേറ്റ് കൂട്ടിട്ട് നിങ്ങൾ എഴുതണം. അത് നിങ്ങൾ ഓരോ ക്ലാസ് കഴിഞ്ഞൊന്നും എഴുതണം കേട്ടോ. നെക്സ്റ്റ് പേജ് എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരണേ ഫോട്ടോ. ഓക്കെ, നിത എഴുതുന്നില്ല? നിത, ഷഹ്മ, ഓക്കെ, എല്ലാവരും എഴുതണേ. പിന്നെ നമ്മളെ ഫസ്റ്റ് പാഠത്തിന്റെ നോട്ട് കംപ്ലീറ്റ് ആണ്. ഇനി അടുത്ത് ഞാൻ തരാം കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് ശേഷം. ഓക്കെ, അപ്പൊ നിങ്ങൾ കർസീവ് റൈറ്റിംഗ് നല്ല നീറ്റിൽ എഴുതണം. പിന്നെ നിങ്ങൾക്ക് 2 ലൈൻ ബുക്കില്ലല്ലോ, ഉണ്ടോ വേറെ? എന്താണ് ബെനീറ്റ? ഇല്ല അല്ലേ, നമ്മൾ നോട്ട് എടുത്ത ബുക്കല്ലേ ഉള്ളൂ. എന്താ ബെനീറ്റൊക്കെ ചോദിക്കാനുള്ളത്? പേന കൊണ്ട് എഴുതണോ അതോ പെൻസിൽ കൊണ്ട് എഴുതണോ? പെൻസിൽ കൊണ്ട് എഴുതിക്കോ, തെറ്റിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് മായ്ക്കാല തെറ്റിയാലും. പേന കൊണ്ട് നല്ല ധൈര്യമുള്ളവർക്ക് പേന കൊണ്ട് എഴുതാം, തെറ്റൂലെന്നുള്ള ഉറപ്പുള്ളവർക്ക്. ഓക്കെ, അപ്പോ കഴിഞ്ഞ പാഠത്തിന്റെ ഒരു എക്സാം വേണം. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ നിങ്ങൾക്ക്? ഇനി എങ്ങനെ എക്സാം ഇടാനാണ്? ഇല്ല അല്ലെ, കുറെ പേർക്ക് കിട്ടിയില്ല. അപ്പൊ 2 പാഠം കൂടെ ഒന്നിച്ചിടുന്നാൻ തോന്നുന്നു നല്ലത്. നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങും മക്കളെ. സിദ്ധാന്ത് മഞ്ജു, സിദ്ധാന്തേ വാങ്ങിയല്ലേ? ഓക്കെ, ജയശ്രീ മിസ്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട്. ഹസ്നക്കൽ അടുത്തല്ലേ ഹസ്ന? വന്ന് വാങ്ങിക്കൂടെ ഹസ്ന? ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങുക കേട്ടോ, പറ്റുന്നത്ര വേഗം. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ഒരു എക്സാം വേണം. എല്ലാവരും പഠിക്കണേ. ഫസ്റ്റ് പാഠം പഠിക്കണം, നല്ല വൃത്തിക്ക് പഠിച്ചിരിക്കണം. ഫസ്റ്റ് പാഠത്തിന്റെ ആക്ടിവിറ്റീസ് എല്ലാം, പിന്നെ ക്വസ്റ്റ്യൻസും ഒക്കെ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. അതുപോലെ നിങ്ങൾ ഇന്ന് അടുത്ത ഭാഗം വരെയുള്ളത് എല്ലാരെ കൊണ്ടൊന്നും മിസ് വായിപ്പിച്ചില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇന്ന് വായിച്ചവരും വായിക്കാത്തവരും അത് 2-3 തവണ വായിച്ചതിന് ശേഷം ഒരു ഓഡിയോ ക്ലിപ്പ് മിസ്സിന് സെൻഡ് ചെയ്ത് തരണേ, നല്ല നീറ്റിൽ വായിച്ചത്. എന്താണ് റിലുവിന്റെ കുഞ്ഞുക്കും പറയാനുള്ളത്? പറഞ്ഞോ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ വർക്കുകൾ മിസ് അയച്ചു തരുമോന്നേ? അതൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ, എനിക്ക് മിന്നാൻ. ഓക്കെ, ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തൊന്ന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, എല്ലാവരും എഴുതിയിട്ടില്ലേ? ഇത് നവമി എഴുതിയോ മോളെ? എഴുതിയല്ലേ? സാമുവൽ ടെക്സ്റ്റ് വാങ്ങണത്രേ അല്ലേ? ഓക്കെ, കുറെ
ഓക്കെ, ഞാനത് സെൻഡ് ചെയ്ത് തരാം. റിലുവും എഡ്വിനും പറഞ്ഞിട്ടുണ്ട്. ബാക്കി ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ, ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, ബൈ. മിസ് ബൈ.